ഇപ്പോൾ നമ്മൾ കാണുന്നത് അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം ലിസി ആശുപത്രിയിൽ മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയം ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് പൊതുദർശനം ഉണ്ടായിരുന്നു, ആശുപത്രിയിൽ 10 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും കുറച്ച് സമയം ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടാകും എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അവിടെ 9 മണി മുതൽ 12 മണി വരെയാണ് ഇപ്പോൾ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിലും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം കൂടുതൽ ആളുകൾ തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമയത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും ലിസി ആശുപത്രിയുടെ ഹാളിലാണ് പൊതുദർശനത്തിനായിട്ട് മൃതദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെയും ആളുകൾ രാവിലെ തന്നെ അവസാനമായി കവിയൂർ പൊന്നമ്മയെ കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഹാളിൽ കൊണ്ടുവന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്യാൻസർ ചികിത്സയിലായിരുന്നു നടി കവിയൂർ പൊന്നമ്മ. ലിസി ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ നടത്തിയിരുന്നത്. ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു. മലയാളിയെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ഒരമ്മ മുഖമാണ് നഷ്ടമാകുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത്. എല്ലാ സിനിമകളിലും അവർ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയും മനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, നമ്മളുടെയൊക്കെയും വീട്ടിലെ ഒരു അംഗമായി മാറിയ, ഒരമ്മയായി മാറിയ കഥാപാത്രങ്ങളായിരുന്നു. അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഓരോ ഭാവങ്ങളും ഭാവവ്യത്യാസങ്ങളും ഒക്കെ മിന്നി മറയുമ്പോൾ നമ്മളെയൊക്കെയും അത് ആഴത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട നടി, അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിരിക്കുന്നു. ലിസി അവിടുത്തെ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി നിരവധി ആളുകൾ അവിടെ 9 മണി മുതലുള്ള പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ക്രമീകരണമാണ് അവിടെയും സജ്ജീകരിച്ചിരിക്കുന്നത്. ആളുകൾക്ക് തിരക്കില്ലാതെ സമാധാനപരമായിട്ട് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിയോഫിൻ ലിസി ഹോസ്പിറ്റലിൽ നിന്നും ചേരുന്നു. തിയോഫിൻ, നേരത്തെ പറഞ്ഞിരുന്നത് മോർച്ചറിയിൽ നിന്നും നേരെ ഹാളിലേക്ക് കൊണ്ടുപോകും, ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും എന്നാണ്. ഇപ്പോൾ ഇതാ ആശുപത്രിയിൽ തന്നെ പൊതുദർശനത്തിന് കുറച്ച് സമയം വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണ് അവിടെ നിന്നും ലഭ്യമാകുന്നത്? ഇന്നലെ പൊതുദർശനത്തിനായി സൗകര്യം ഒരുക്കിയിരുന്ന ഹാളിൽ തന്നെയാണ് ഇന്നും അതിനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നത്. കാരണം ഇന്നലെ ഈ പൊതുദർശനത്തിനായി വെച്ചിരുന്ന ഫ്രീസർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് രാവിലെ, ഇന്നലെ കാണാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ രാവിലെ ആശുപത്രിയിൽ തന്നെ കാണാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കാം, തിരക്കില്ലാതെ എത്താൻ കഴിയുന്ന സിനിമാ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് 8:30 കൊണ്ടുപോകുന്നതിന് മുൻപായി അരമണിക്കൂർ സമയമെങ്കിലും പൊതുദർശനം ഇതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ആശുപത്രിയിലുള്ള ഒട്ടേറെ ജീവനക്കാർ ഒരു നോക്ക് കവിയൂർ കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ജോലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സിനിമാ പ്രവർത്തകരായ സുരേഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഈ ഹാളിലേക്ക് എത്തിച്ചത്. 8:30 മണി വരെ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെ കൂടി കണക്കിലെടുത്താണ് അങ്ങനൊരു തീരുമാനമെടുത്തത്. കാരണം ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നിട്ട് ആശുപത്രിയിൽ ചെറിയ ജീവനക്കാരുള്ളവർക്ക് ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്ന ആശുപത്രി മാനേജ്മെന്റ് അഭ്യർത്ഥനയെ തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനം വന്നത്. അങ്ങനെ ഇപ്പോൾ ഇന്നലെ ഒരു പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിരുന്ന ഹാളിൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം എത്തിച്ചത്. സുരേഷ് കൃഷ്ണ ഉൾപ്പെടെയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നു. സിനിമാ പ്രവർത്തകരുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്, ചലച്ചിത്ര താരങ്ങളുണ്ട്. ആരെങ്കിലും ഇനിയും ഈ പറഞ്ഞ 8:30 ഹാളിലെ തിരക്കിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ഈ ലിസി ആശുപത്രിയിലെ രാവിലത്തെ ഷിഫ്റ്റിൽ ഇന്ന് ജോലിക്ക് വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ
ഇവിടുന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രോഗികളോടൊപ്പം എത്തിയവരുണ്ട്. ആശുപത്രിയിലെത്തിയ മറ്റുള്ളവർക്കും കാണണമെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും നിരവധി ഇന്നലെ വൈകിട്ടില്ലാതിരുന്ന ഒട്ടേറെ ഇന്നലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോയ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ ആശുപത്രി മാനേജ്മെന്റിനോട് ഇതിനെ അഭ്യർത്ഥന വെച്ച് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന്. അതിനെ തുടർന്ന് കൂടിയാണ് ഒരു സൗകര്യം ഒരുക്കിയത്. അങ്ങനെ രാവിലത്തെ ഷിഫ്റ്റിൽ വന്ന ആരോഗ്യ പ്രവർത്തകരൊക്കെ കണ്ട് ഇവിടുന്ന് കടന്നു പോകുന്നുണ്ട്. ഇനി മറ്റ് ആരെങ്കിലും പൊതുജനങ്ങൾ എത്തുന്നവരുണ്ടെങ്കിൽ അവർക്കും സിനിമാ പ്രവർത്തകർക്കും ഇപ്പോൾ ചലച്ചിത്ര താരം രവീന്ദ്രൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും മറ്റ് ചലച്ചിത്ര പ്രവർത്തകർക്ക് വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ടൗൺ ഹാളിലെ തിരക്കൊഴിവാക്കി ഇവിടേക്ക് വന്നു പോകണമെന്നുള്ളവർക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധി സിനിമാ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെയുണ്ട്. എന്തായാലും വലിയ വേദനയോടുകൂടി കലാകേരളം കബീർ പൊന്നമ്മയ്ക്ക് വിട നൽകുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം 8:30 ആശുപത്രിയിൽ നിന്നും മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അരമണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തും. 9 മണിയോടുകൂടി അവിടെ പൊതുദർശനം ആരംഭിക്കും. പ്രധാനമായും പൊതുജനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പേർക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കളമശ്ശേരിയിലെ ഹാളിലാണ്. കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഒരുപക്ഷെ തിരക്ക് കൂടുകയാണെങ്കിൽ സമയം നീളുമെന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ 12 മണി വരെയാണ് അവിടുത്തെ പൊതുദർശനത്തിന്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം 4 മണിയോടുകൂടി നടി കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. 8:30 വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിയോഫിനാണ് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.